ഇത്രയധികം വീട്ടമ്മമാർ പൊറുക്കില്ല എന്നൊക്കെ പറയുന്നത് മോദി. ഏത് വീട്ടമ്മയാണ്? വീട്ടമ്മയായിട്ട് ഇരിക്കേണ്ടി വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. വീട്ടമ്മമാര് ഉറക്കത്തില്ലെന്ന് പറഞ്ഞ വീട്ടമ്മയാകേണ്ട കാര്യം എന്താ? അതൊന്നും അല്ലല്ലോ അതിന്റെ സ്ഥലം. ഹിന്ദു താലിബാന്റെ സാധനം മാത്രമാ അത്. ഉം. അതങ്ങനെ തന്നെ നമ്മളറിയണം. അവര് നേരെ പോയിട്ട് ഒരു പാടുമില്ലാതെ അഫ്ഗാനിസ്ഥാൻ താലിബാനുമായിട്ട് ഒരു കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. രണ്ട് പാകിസ്ഥാൻകാരനെ ഉപദ്രവിക്കാൻ അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കാണുന്നതുകൊണ്ട് മാത്രമല്ല. അല്ലാതെ അവിടുത്തെ മുസ്ലിങ്ങളോട് പ്രണയം വന്നിട്ടാണോ? അതൊക്കെ നമുക്ക് അങ്ങനെ തന്നെ കാണരുത്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം ആരാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ത്യക്കാര് ചെയ്യുന്നതാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ കശ്മീരി മാത്രമാണല്ലോ ഈ ടെററിസ്റ്റുകൾ വരുന്നേ. അത് പാകിസ്ഥാനിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ ബലൂചിസ്ഥാനിൽ സ്വാതന്ത്ര്യ സമര പോരാളികളാ. ഇതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ. ഇതൊക്കെ നമുക്ക് രാഷ്ട്രീയമായിട്ട് അറിയുന്നവർക്കാണെങ്കില് നമുക്കിതെല്ലാം കാണാം. എല്ലാ വലിയ രാജ്യങ്ങളും ഇപ്പം നമുക്കറിയാം ബംഗ്ലാദേശിന് സപ്പോർട്ട് കൊടുത്ത് അവിടുത്തെ മൂവ്മെന്റിന് സപ്പോർട്ട് കൊടുത്ത് പാകിസ്ഥാനെ തോൽപ്പിച്ച് ആ പാകിസ്ഥാൻകാരനെ അവിടുന്ന് മാറ്റി ബംഗ്ലാദേശുകാർക്ക് കൊടുക്കുമ്പോൾ അത് ഇന്ത്യക്ക് അനുകൂലം. പക്ഷെ അവിടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഐഡന്റിറ്റി കാരണം ഇന്ത്യക്കാർക്കെതിരായി തീർന്ന സ്ഥലമായിട്ട് അത് മാറി. ഇപ്പൊ മോദി ഈ ബില്ലിനുള്ള പരാമർശങ്ങൾക്കുള്ള ഒരു പ്രതികരണ വീഡിയോ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അമ്മമാർ പൊറുക്കില്ല എന്നുള്ള വീഡിയോ ഒക്കെ അദ്ദേഹം ചെയ്യുന്ന ഓൾറെഡി റെക്കോർഡായിട്ട് പ്രീ റെക്കോർഡായിട്ട് ഒരു വീഡിയോ മെസ്സേജ് അങ്ങ് വരിക ചെയ്യുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തിട്ടേ ഇല്ല അദ്ദേഹത്തിന്റെ കാലയളവിൽ. അതായത് ഒരു അല്ല റേഡിയോ സ്റ്റേഷൻ അല്ലേ? ഒരു പത്രസമ്മേളനം മൻ കി ബാത് നടത്തിയെന്നല്ലാതെ ഒരു പത്രസമ്മേളനം ചെയ്യില്ല. അത് പത്രസമ്മേളനം അതിന് ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ടോ ഒരു മൈത്രേയന്? അസ്വാഭാവികതയില്ല. ആ ഒരു ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാള് അത് വെറുതെ നോക്കിയാൽ മതി. ആ ഗുജറാത്ത് കലാപം കഴിഞ്ഞിട്ട് മോദി ഇന്റർവ്യൂ ചെയ്ത് അവിടുന്ന് എണ്ണീറ്റ് അയാൾ പോയില്ലേ? അതെ 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 അതെ. അതാണ് അവസാനത്തെ ഇന്റർവ്യൂ. എന്നിട്ട് അങ്ങനെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളിന്റെ മുന്നിൽ ഇരുന്നാല് ഈ ഇറക്കും. ഈ ഉണ്ടാക്കിയ ഇമേജ് എന്ന് പറയുന്നത് ഒരു ശുദ്ധ അസംബന്ധം പിടിച്ച ഒരു മനുഷ്യൻ മാത്രമാ അയാള്. ആ ഇരിക്കുന്ന ആളിനെ ഈ കാണുന്ന ഇമേജ് മുഴുവൻ ഈ അമേരിക്കയിൽ ഇരുന്ന വളരെ അവിടുത്തെ പട്ടേലന്മാരുണ്ടാക്കിയതാണ് മോദിയെ. ഓക്കേ. ഈ ഈ ഗുജറാത്തിൽ നിന്ന് പോയ പണക്കാരാണ് അമേരിക്കയിലെ ജൂതന്മാര് കഴിഞ്ഞ ഏറ്റവും വലിയ ലോബി അവരാ. ഓ. അങ്ങനെയാണ് ഈ ഹൗഡി മോഡിയൊക്കെ അവിടെ ഉണ്ടാകുന്നത്. അവിടുന്ന് നിർമ്മിച്ചതാണ്. ആദ്യം ഗുജറാത്ത് ഇഷ്യൂ കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം സമരം ചെയ്തും ബഹളം വെച്ചും ഇന്റർനാഷണൽ ആയിട്ട് പറഞ്ഞിട്ടാണ് മോദിക്ക് ഇന്ത്യക്ക് പുറത്ത് പോകാൻ പറ്റാതെ കുറേ നാൾ വിസ ഇല്ലാതിരുന്നതാണ്. അത് മുഴുവൻ അവിടെ ഇരുന്ന് ഈ പട്ടേലന്മാര് വളരെ കൃത്യമാണ്. നിങ്ങൾ വെറുതെ അവിടെ പോയാൽ മതി. ആ അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പണക്കാർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്. അതൊരു വലിയൊരു സംഘം വലിയൊരു ആണ്. അവിടുന്നാണ് നമ്മൾ ഈ 2014 ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ മുഴുവൻ ഉണ്ടായത്. അവരാണ് മോദി എന്ന് പറയുന്ന ഇമേജ് ബിൽഡ് ചെയ്തത്. അല്ല മോദിക്ക് 4 അക്ഷരം ഒന്നിച്ച് പറയാൻ അറിയാവുന്ന ആളല്ല ഒരു കാര്യത്തിനകത്ത്. ആകെ കോൺഗ്രസ് വിരോധം പ്രസംഗിക്കുമ്പോൾ മാത്രമാണ് മോദി നല്ല ഉഷാറാകുന്നത്. വേറെ ഏതെങ്കിലും വിഷയം പറഞ്ഞാൽ അപ്പം നമ്മൾ വെള്ളത്തിലായി പോകും. കെട്ടിപ്പിടിച്ചാണ് അയാൾ പരിഹരിച്ചിട്ടുള്ളത് ഈ നേതാക്കന്മാരെ. അവർക്ക് തമാശയായിട്ടാണ് അവർ കാണുന്നത്. ട്രംപ് അയാളോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് കണ്ടാൽ മതി. പറയുന്ന വരികൾ കേട്ടാൽ പോരെ. നമുക്ക് അപമാനിച്ചു പോകും. നമ്മൾ തകർന്നു പോകത്തില്ലേ? നമ്മൾ മോദിയോട് ഐഡന്റിഫൈ ഒരു ചെയ്യാത്തതുകൊണ്ട് കോമാളിത്തരമുള്ള പോലെയാണോ അവര് അഭിസംബോധന ചെയ്യുന്നത്? അയാൾ എപ്പോഴും പറയത്തില്ലേ, ഞാൻ പറഞ്ഞിട്ടാണ് അയാൾ അത് നിർത്തിയതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറഞ്ഞു കളയുന്നില്ലേ? പാകിസ്ഥാനുമായിട്ട് 3 ദിവസം യുദ്ധം പെട്ടോന്ന് നിന്ന് അത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് അയാൾ ക്ലെയിം ചെയ്യുമ്പോൾ ഇവിടുന്ന് ആരും മിണ്ടുന്നില്ല. നമ്മൾ കുഴഞ്ഞു പോയില്ലേ? അതുപോലത്തെ ഓരോന്ന് റഷ്യയിൽ നിന്ന് നാളെ തൊട്ട് നിങ്ങൾ മേടിച്ചോ എന്ന് പറയുമ്പോൾ അത് മിണ്ടാതിരുന്ന അനുഭവിക്കുകയല്ലേ? അപ്പം നമുക്ക് തോന്നും നമ്മൾ ഇന്ത്യൻ പൗരനാണോ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ് ഇയാൾ ആക്ഷേപിക്കുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാതെ നമുക്ക് അത്രത്തോളം ഡിസ്റ്റൻസ് ഈ മോദിയുടെ ഇമേജിനോടുണ്ട്. അതാണ് നമ്മുടെ പ്രശ്നം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തകർന്നു പോകും. അപമാനിതമായ ഒരു മനുഷ്യനെയാണ് നമ്മളെല്ലാവരും കാണുന്നത് ഇന്റർനാഷണൽ ആയിട്ട്. ഇപ്പൊ തന്നെ ഈ ഇറാനും അമേരിക്കയായിട്ടുള്ള ഡിസ്കഷനകത്ത് ഇന്ത്യക്ക് പാർട്ടില്ലാതായി പോയില്ലേ? ഇന്ത്യ ഇപ്പൊ ഒന്നും പറയേണ്ടതില്ല എന്നൊക്കെയാ പറയുന്നത്. അത് പാകിസ്ഥാനിൽ വെച്ചിട്ടല്ലേ ചെയ്യുന്നേ? അവരല്ലേ അത് പ്ലേ ചെയ്യുന്നേ? എത്ര അതൊക്കെ ആ റോളൊക്കെ പോയില്ലേ? ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ബ്രിക്കിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരല്ലേ? നമ്മളല്ലയോ അത് നടത്തണ്ടേ? ആ റോള് മുഴുവൻ പോയി. അതിന് സ്ഥലമില്ല.
അമേരിക്കയുടെ എക്സ്റ്റൻഷനായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ട്രംപ് അധികാരത്തിലേറുമ്പം അംബാനി പോകുന്നത് അതുകൊണ്ടാ. ഈ ഇപ്പൊ മോദി മാധ്യമങ്ങളെ കാണാത്തതുപോലെ പിണറായി വിജയൻ കുറച്ചധികം മാധ്യമങ്ങളെ കാണുന്നതുകൊണ്ട് ഈ ധാർഷ്ട്യക്കാരൻ ഇമേജ് കൂടി കുറച്ചുകൂടി വന്നിട്ടുണ്ട്. അല്ല അത് ഈ പിണറായി വിജയന്റെ ധാർഷ്ട്യം അങ്ങനെ ഒരു മുഖമുദ്ര അത് തോന്നുന്നുണ്ടോ? പിണറായി വിജയന് ധാർഷ്ട്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഉണ്ട്. ആ. പക്ഷെ അതുകൊണ്ടൊന്നും അയാൾ മറ്റുള്ള മേഖലകളിലുള്ള അയാളുടെ വർക്ക് മോശമായേക്കുന്ന കാര്യമൊന്നുമല്ല. ജനാധിപത്യപരമായി അയാൾ പെരുമാറാൻ പഠിക്കേണ്ടതുണ്ട്. അതിനൊന്നും എനിക്കൊരു സംശയമില്ല. ഉം. അത് ഇപ്പൊ തുടങ്ങിയ ഈയിടയ്ക്ക് ഈ മുഖ്യമന്ത്രി ആയപ്പോൾ തുടങ്ങിയൊന്നുമല്ല. എം വി രാഘവനെയും ഞാനിത് കണ്ടിട്ടുള്ളതാണ്. ഓ. നമുക്ക് അന്ന് പോയിട്ട് സംസാരിക്കാനൊക്കത്തില്ല. ഈ മനുഷ്യരുടെ ആ ധാർഷ്ട്യത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിയാണെന്നുള്ള ഒരു ബോധ്യം ഉള്ള ഒരു പാർട്ടിയായിട്ട് അത് നിൽക്കുന്നുണ്ട്. ചിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് CP ജോൺ പറഞ്ഞിട്ടുള്ളൊരു സമയമുണ്ട്. എം വി രാഘവനെ ഇങ്ങനെ മാറിയിട്ട് ചിരിക്കുന്ന ഒരു പടം വയ്ക്കാനായിട്ട് പോയ ഇലക്ഷൻ. ഇയാളൊന്ന് ചിരിക്കണ്ടേ? കാരണം മറ്റേ സ്കൂളിലാണ് ട്രെയിൻഡ് ആയിട്ടായിരുന്നു. ചിരിക്കാതിരിക്കുന്നു. അങ്ങനെ വന്നിട്ടുള്ള ഒരു സാധനമുണ്ട്. അവിടുന്ന് കുറച്ച് ചിരിക്കുന്ന പിണറായി വിജയന്റെ പടമൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ. താരതമ്യേന മെച്ചമാണ്. പണ്ടത്തെ അവസ്ഥയൊക്കെ വെച്ച് മരിച്ചു വെച്ച് നോക്കിയാലൊക്കെ അവരെല്ലാം മെച്ചമാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത്, നേതൃത്വം എന്ന് പറയുന്നത് ഒരാളിലേക്ക് മാറുന്ന ഒരു ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന. അങ്ങനെയല്ല പാർട്ടി പറയുന്ന. ഇപ്പോഴും പിണറായി പ്രസംഗിക്കുന്നത് സംസാരിക്കുമ്പോൾ പാർട്ടി പറഞ്ഞിട്ടാണെന്ന് പറയുന്നുണ്ട്. കളക്റ്റീവായിട്ട് തീരുമാനം എടുക്കുന്നതിനെ തന്നെ മുന്നേ നിർത്തി തന്നെ അവർ സംസാരിക്കുന്നതൊക്കെ. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കൂടെ പിണറായി മന്ത്രിസഭ, പിണറായി 1, 2, 3 എന്നൊക്കെ പറയും. ഇയാൾ തന്നെ ചോദിക്കുമ്പോൾ അങ്ങനെ പറയും. അല്ലാതെ മൂന്നാമത്തെ അവർ LDF ജയിച്ചാൽ ആരായിരിക്കും ആകുന്നതെന്നല്ലേ ചോദിക്കണ്ടേ? ഇയാൾ 3 ആണല്ലേ എന്നോട് ചോദിക്കുന്നത് തന്നെ. നമ്മളും കൂടെ ചേർന്നാണ് അത് ഉണ്ടാക്കുന്നത്. ഞാൻ പറയുന്നത് ജനാധിപത്യ വിരുദ്ധത ഒരു സംഘടിതമായ ഏത് പ്രസ്ഥാനത്തിനും ഉണ്ടാവും. RSSകാർ ഇങ്ങനെ തന്നെയാണ്. സംഘടിതമായി ബലമുള്ള എല്ലാവരും ജനാധിപത്യ വിരുദ്ധരാണ്. അതിനൊന്നും ഒരു സംശയവും നമുക്ക് വേണ്ട. കോൺഗ്രസ് തന്നെ വല്ല ഗുണ്ടായിസത്തിന് വല്ല കുറവുണ്ടായിട്ടുണ്ടോ? അവിടെ ഇങ്ങനെ ആളുകൾ തല്ലിക്കൊന്നുകൊണ്ടിരുന്ന പ്രസ്ഥാനത്തിനെതിരായിട്ട് ഞാനൊക്കെ സമരം ചെയ്തിട്ടുള്ളതല്ലേ. കാശ്മീരൊക്കെ മരിച്ചു പോകുന്നത് അങ്ങനെയല്ലേ. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമുക്ക് ഒരു സംശയമൊന്നും വേണ്ട. എവിടെയാണോ ബലമുള്ള ഏത് വിഭാഗവും ഒരു സംഘടിതമായിട്ടുണ്ടായാൽ അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കും. അത് അങ്ങനെ അല്ലെന്ന് വിചാരിക്കണ്ട. ജനാധിപത്യം എന്ന് പറയുന്നത് അത്ര വലിയ ബലമില്ലാത്തവരായത് അപ്പോഴാണ് കൂട്ടായ്മയെ പറ്റിയും സഹകരണത്തിനെ പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. മുന്നണികൾ ഉണ്ടാകുന്നത് തന്നെയാണ് ശരി. ഏകകക്ഷി ഭരണമെന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമാണ്. മുന്നണി സ്വാഭാവികമായി ഉണ്ടായതാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് മുന്നണികളാണ്. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആളിനെ കേൾക്കേണ്ടി വരും, ചർച്ച ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ രാജാവിനെ മാറ്റിയത്? ഒരാളൊറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് വെറുതെ പ്രിവി പേഴ്സും കൊടുത്ത് പെൻഷൻ കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടത് എന്തിനാ? ഇപ്പൊ പലപ്പോഴും മൈത്രനായിട്ട് കുറച്ചുകൂടി വിശദമായിട്ടും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റാവുന്ന കുറച്ച് നല്ല ഉത്തരങ്ങൾ ലഭിക്കും എന്ന് പറയുന്ന രീതിയാണല്ലോ ഈ സെക്ഷൽ വെൽനെസ്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഇന്റർനെറ്റ് എഡ്യൂക്കേഷൻ്റെ ഒക്കെ ഒരു പ്രസൻസും അതിൻ്റെ ഒരു വളർച്ചയൊക്കെ ഒരുപാട് കൂടിയത് കൊണ്ട് ആളുകളിൽ ഈ സെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡാർക്ക് ഫാൻറ്റസികളും അതുപോലെ ആളുകളെ കീഴ്പ്പെടുത്തിയിട്ടും ആക്രമിച്ചിട്ടൊക്കെ സെക്സ് ചെയ്യുന്ന രീതിയിലുള്ള ട്രെൻഡുകളും ഒക്കെ അങ്ങനത്തെ സോഷ്യൽ മീഡിയ റീൽസുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് പങ്കാളിയെ കുറച്ചുകൂടി കീഴ്പ്പെടുത്തുന്നത് ഒരു രീതിയിൽ. അപ്പോൾ ഒരാൾ സബ്മിസീവ് ആവുക, മറ്റൊരാളെ ഡോമിനേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ. ഇതൊക്കെ വളരെ ട്രെൻഡായിട്ട് രൂപപ്പെടുകയും BDSM പോലുള്ള ഒരുപാട് പുതിയ ടെർമിനോളജീസ് ഒക്കെ ഡെവലപ്പായി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ സെക്ഷൽ ഇന്റർകോഴ്സിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കീഴ്പ്പെടുത്തലുകൾ, ബലപ്പെടുത്തലുകൾ അത് കുറച്ചുകൂടി ദോഷകരമായിട്ടുള്ള ട്രെൻഡായിട്ടാണോ നിരീക്ഷിക്കുന്നത്? ഞാൻ പറയുന്നത് നമ്മൾ എന്താണ് ദുരന്തർ. ദുരന്തറിന്റെ കൂടെ ഇച്ചിരി സെക്സ് ചേർത്താൽ മാത്രമല്ലേ അവർ ചെയ്യേണ്ടുള്ളൂ. അത്രയേ ചെയ്യുന്നുള്ളൂ. പുരുഷന്മാരുടെ ഫാന്റസിയാണ് അത്. സമൂഹത്തിന്റെ വേദിയാണ്. അവിടെ ജനാധിപത്യമൊന്നും ഈ ഇന്റർനെറ്റിനകത്ത് രഹസ്യമായി ജീവിക്കാൻ പറ്റുന്ന എല്ലാ സാധനത്തിനും സ്പേസ് ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ. അതുകൊണ്ടാണ് ഉണ്ടാകുന്നുള്ളതേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് ഈക്വലായിട്ട് പെരുമാറാൻ അവർ ഒരു കാലത്തും ട്രെയിൻഡ് അല്ല, പഠിച്ചിട്ടില്ല, ശീലിച്ചിട്ടില്ല. ട്രൈബിനകത്ത് അങ്ങനെയല്ലായിരുന്നു. അമ്മമാർ നടത്തിയിരുന്നതായിരുന്നു എല്ലാ ട്രൈബും. അല്ല ഈ ഗോത്ര തലവന്റെ സ്ഥലമാണെന്നുള്ള നിലവാരത്തിൽ ആൾക്കാർ ഇങ്ങനെ എപ്പോഴും പറയും. അങ്ങനെയല്ല. ഒരു കൂട്ടം അമ്മമാരുടെ ഇടയിലാണ് അതുണ്ടായിരുന്നത്.
അവിടുന്നാണ് ഈ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹങ്ങൾ രൂപപ്പെട്ടു വന്നത് മുഴുവൻ കൃഷിയോട് ബന്ധപ്പെട്ട്. ഈ ബലം എന്ന് പറയുന്നത് പരസ്പരം പോരാടാനല്ലെന്നും അത് സ്ത്രീകളെ കീഴടക്കാനാണെന്ന് വരുന്നത് ഈ സകല സ്ഥലത്തും ഈ കൃഷിക്കാരുണ്ടാക്കിയ ഒരു വാല്യൂ ആണ് നമ്മൾ ഈ കാണുന്ന പുരുഷന്മാരുടെ ലോകം.